സംഭവം തന്റെ ഏകജാതനായ മകൻ മരിച്ചു. ആ മകനെ അടക്കുവാൻ വേണ്ടി ജനസമൂഹം പട്ടണത്തിന് പുറത്തെ അടക്കാനുള്ള സ്ഥലത്തേക്ക് വരുമ്പോൾ ബൈബിൾ പറയുന്ന യേശുവിനോട് ചേർന്ന് അത് സ്തോത്രം യേശുവിൻ കൂട്ടുകാർ നയിൻ പട്ടണത്തിലേക്ക് വരികയാണ്. അവിടെ കാണുന്ന ഒരു കാര്യം, യേശുനാഥൻ വന്ന് ആ സ്തോത്രം സ്ത്രീയോട് പറയുന്നു, കരയണ്ട. അടുത്ത ഭാഗത്ത് കാണുന്ന യേശു ആ മഞ്ചത്തെ തൊട്ട് എന്ന് വായിക്കുന്നു. മഞ്ചത്തിനകത്തിരുന്ന തന്റെ മകനെ, ആ വിധവയായ സ്ത്രീയുടെ മകനെ യേശു ജീവനോട് തിരികെ എഴുന്നേൽപ്പിക്കാൻ തീർന്നു. ലോകം പറഞ്ഞ ഏറ്റവും വലിയ വിഷയം, എന്തൊക്കെ നേടിയാലും മരണം കൊണ്ടെല്ലാം അസ്തമിക്കും, തിരികെ വരാൻ സാധ്യതയില്ല. ലോകം പറയുന്നത് അത് സ്തോത്രം മരണത്തിൽ ഒരിക്കലും ആരെയും പുറത്തു കൊണ്ടുവരാൻ പറ്റുകയില്ല. പക്ഷേ സ്തോത്രം ബൈബിൾ ചരിത്രം അത് സ്തോത്രം ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്രസംഗിച്ച ഭാഗത്ത് കാണുന്ന നയനിൽ യേശുവിന്റെ കരം, യേശുവിന്റെ ശബ്ദം നഷ്ടപ്പെട്ടു പോയ മകനെ തൊട്ടപ്പോൾ അവന് ജീവനോടെ എഴുന്നേൽപ്പിക്കാൻ ഇടയായി. പ്രിയരെ, ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു വരാൻ സാധ്യതയില്ലെന്ന് നിങ്ങൾ പറയുന്ന ഏതെങ്കിലും ഒരു വിഷയം ഫേസ് ചെയ്യുന്ന ഒരാളെന്നെ കേൾക്കുന്ന ഈ ശബ്ദവിരുദ്ധി എന്നെ കേൾക്കുന്നുവെങ്കിൽ അഭിഷേകത്തോടും ദൈവത്തോടും കൂടെ ആശ്രയിച്ചു പറയട്ടെ, നിങ്ങൾ ഫേസ് ചെയ്യുന്ന വിഷയത്തിൽ എന്റെ യേശുവിന്റെ കരം തൊട്ടാൽ നിങ്ങൾക്ക് അത്ഭുതം കാണാനിടയാക്കിയിരുന്നു. നയീനിലെ വിധവയുടെ മകനെ